ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA. വയനാട് DCC ട്രഷറർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെതിരെ കുടുംബം. PV അൻവറിന്റെ UDF പ്രവേശനം തള്ളാതെ MM ഹസൻ. ഉമ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ് ഉടമ കസ്റ്റഡിയിൽ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാണക്കാടെത്തി PV അൻവർ MLA. വാർത്തകൾ വിശദമായി. വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA. വനനിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA. നിയമം പാസായാൽ വനം ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതാണ് ബിൽ. വനനിയമ ഭേദഗതിയുടെ ഭീകരത അറിയാൻ ഇരിക്കുന്നതേയുള്ളൂവെന്നും PV അൻവർ പറഞ്ഞു. വന്യജീവി ആക്രമണം സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് സർക്കാർ നിലപാട്. മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2013 മാധവ് ഗാഡ്ഗിൽ ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. റവന്യൂ കൈമാറിയ ഭൂമികളിൽ വനവൽക്കരണം നടത്തി. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, മറിച്ച് ജനങ്ങൾക്ക് ഇടയിൽ വന്ന് കാട് നിർമ്മിച്ചതാണെന്നും അൻവർ പറഞ്ഞു. മൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. ഓവാലി പഞ്ചായത്തിലെ ജനങ്ങൾ വീട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് അകത്തുവരെ പുലി വരുന്ന സാഹചര്യം ഉണ്ടാകും. കാർബൺ ഫണ്ടിൽ നിന്നും 10 പൈസ പോലും ജനങ്ങൾക്ക് കിട്ടിയില്ല. 10,000 ഹെക്ടർ കേരളത്തിൽ വനം വർദ്ധിച്ചു. ഭൂമി ഇവിടെ പെറ്റുപെരുകുന്നുണ്ടോ എന്നും PV അൻവർ ചോദിച്ചു. വനഭേദഗതി ബില്ലിൽ പുഴ കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു. പുഴകളെ ഫോറസ്റ്റിന്റെ ഭാഗമാക്കാൻ നീക്കം. കുടിവെള്ള പദ്ധതികളെ പോലും ബാധിക്കും. പ്രളയത്തിൽ തകർന്ന പാലം നിർമ്മിച്ചു. പക്ഷേ അതിന്റെ അപ്രോച്ച് റോഡിന് വനം വകുപ്പ് അനുമതി നൽകിയില്ല. ബിൽ മറച്ചുവെച്ച് പാസാക്കാനാണ് നീക്കം നടത്തിയത്. റോഷി അഗസ്റ്റീൻ മലയോര കർഷകരുടെ രക്ഷകനല്ലേ? എന്താണ് മിണ്ടാതിരിക്കുന്നത്? CPI മന്ത്രിമാർ പ്രകൃതി സ്നേഹികളല്ലേ? എന്താണ് മിണ്ടാത്തത് എന്നും PV അൻവർ ചോദിച്ചു. വനം വകുപ്പ് മന്ത്രിയെ മാറ്റാത്തതിലും PV അൻവർ വിമർശിച്ചു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കിയാൽ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല. അതുകൊണ്ടാണ് മന്ത്രിയെ മാറ്റാത്തത്. ക്രൈസ്തവ സമൂഹമാണ് ബില്ല് കൊണ്ട് ഏറ്റവും ദോഷം അനുഭവിക്കുന്നതെന്നും PV അൻവർ പറഞ്ഞു. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ തെമ്മാടിത്ത കേന്ദ്രങ്ങളായെന്നും PV അൻവർ ആരോപിച്ചു. 1 കിലോമീറ്റർ ഫെൻസിങ്ങിന് 2.5 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. 15 കോടി ചെലവാക്കിയാണ് കെട്ടിടമുണ്ടാക്കിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആഡംബര വണ്ടികൾ എന്തിനാണ്? UDF നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കണം. 1972 നിയമത്തിൽ ഭേദഗതി വരണം. അതിന് കേരളത്തിൽ നിന്ന് തുടക്കമാകണം. അതിനുവേണ്ടി 2026 UDF അധികാരത്തിൽ വരണമെന്നും PV അൻവർ പറഞ്ഞു. വയനാട് DCC ട്രഷറർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെതിരെ കുടുംബം. വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെതിരെ കുടുംബം. NM വിജയന്റെ മരണശേഷം കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മകൻ വിജേഷ് പറഞ്ഞു. പിതാവിന്റെ മരണം കുടുംബ പ്രശ്നമാക്കി മാറ്റാനായിരുന്നു ആദ്യം മുതൽ ശ്രമിച്ചിരുന്നതെന്ന് കുടുംബം ആരോപിച്ചു. വലിയ ബാധ്യത പാർട്ടിയുടേതായിരുന്നുവെന്ന് കുടുംബം പ്രതികരിച്ചു. VD സതീശനും K സുധാകരനും നേരിട്ടാണ് കത്ത് നൽകിയത് എന്ന് മകൻ വിജേഷ് പറഞ്ഞു. K സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകിയിരുന്നു. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിൽ ആയിരുന്നില്ലെന്ന് മകൻ പറഞ്ഞു. ഇത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. MLAയും DCC പ്രസിഡന്റും വ്യക്തികളാണോ? പാർട്ടിയല്ലേ? കത്തിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ന്യായമല്ലെന്ന് വിജേഷ് പറഞ്ഞു. മരണമുണ്ടായിട്ട് ഒരു നേതാക്കളും തിരിഞ്ഞു നോക്കിയില്ല. അച്ഛൻ മരിച്ചിട്ടും നീതി കിട്ടിയില്ലെന്ന മരുമകൾ പത്മജ പ്രതികരിച്ചു. ആദ്യം തന്നെ ഇത് കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നു. ഈ കാര്യത്തിൽ വനിതാ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു. പ്രശ്നം വഴിതിരിച്ചിടുവാൻ ശ്രമിച്ചു. നിലവിലെ അന്വേഷണം തൃപ്തികരമാണ്. വിജിലൻസിന് ഇന്ന് മൊഴി നൽകുമെന്ന് പത്മജ പറഞ്ഞു. സാമ്പത്തിക ബാധ്യതയ്ക്ക് പാർട്ടി തന്നെയാണ് ഉത്തരവാദിയെന്ന് വിജേഷ് പറഞ്ഞു. പിതാവിന്റെ വ്യക്തിപരമായ കടത്തെക്കുറിച്ച് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ കത്തുണ്ടോ എന്ന് ചോദിച്ച ആദ്യഘട്ടത്തിൽ പിറകെ കൂടിയിരുന്നു. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യമെന്ന് കുടുംബം പറയുന്നു. പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്രയും കടം വരുത്തിയിട്ടുള്ളത്. ആ കടം പാർട്ടി തന്നെ ഏറ്റെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. PV അൻവറിന്റെ UDF പ്രവേശനം തള്ളാതെ MM ഹസൻ. PV അൻവറിന്റെ UDF പ്രവേശനം തള്ളാതെ കൺവീനർ MM ഹസൻ രംഗത്ത്. അൻവറിന്റെ കാര്യത്തിൽ UDF ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാം. ഇപ്പോൾ ചർച്ച ചെയ്യും. UDF യോഗം ചേരുമ്പോൾ ഏതെങ്കിലും കക്ഷി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഈ കാര്യം ചർച്ച ചെയ്യും. ഒരു കുറ്റവാളി എന്ന പോലെ അൻവറിനെ വീട് വളഞ്ഞ് പിടികൂടിയതിൽ UDFന് പ്രതിഷേധമുണ്ട്. അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്.
മതനേതാക്കൾ അഭിപ്രായം പറയുന്നതിനോട് പ്രതികരിക്കാനില്ല. ആവശ്യത്തിലധികം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതികരിച്ച് വിവാദമുണ്ടാക്കാനില്ല. മുന്നണി വിപുലീകരണ ചർച്ചകൾ നടക്കുന്നതിന് തെരഞ്ഞെടുപ്പിന് സമയമാകുമ്പോഴാണ് കേരള കോൺഗ്രസ് UDFിലേക്ക് വരുമെന്നത് മാധ്യമങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. കോൺഗ്രസിൽ നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ് ഉടമ കസ്റ്റഡിയിൽ. കലൂർ സ്റ്റേഡിയത്തിൽ ഉമ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഈവന്റ് ഉടമയായ PS ജിനീഷ് കുമാർ കസ്റ്റഡിയിൽ. തൃശൂരിൽ നിന്നാണ് ജിനീഷിനെ പിടികൂടിയത്. ജിനീഷിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ജിനീഷ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായിരുന്നില്ല. അതേസമയം സംഭവത്തിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡിഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പറയും. കേസിൽ 5 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. മൃദംഗവിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, ഈവന്റ് മാനേജ്മെന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, സ്റ്റേജ് ഡെക്കറേഷൻ സംഘത്തിലെ ബെന്നി എന്നിവർക്ക് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേഷനിൽ ഹാജരായ മൃദംഗവിഷൻ MD നുഘോഷ് കുമാറിനും ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഉമ തോമസിനെ പരിക്കേൽക്കാനിടയായ കൊച്ചിയിലെ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ സർവത്ര തരികിടയെന്നാണ് സിറ്റി പോലീസ് പറയുന്നത്. സ്റ്റേഡിയം GCDയിൽ നിന്ന് വാടകയ്ക്കെടുക്കാൻ അപേക്ഷ നൽകിയതും കരാർ ഒപ്പിട്ടതും 1-ാം പ്രതിയും മൃദംഗവിഷൻ MDയുമായ നിഘോഷ് കുമാറാണ്. എന്നാൽ അനുമതി പത്രം അടക്കം കൈപ്പറ്റിയത് ഈവന്റ് മാനേജ്മെന്റ് ചുമതലയിലുണ്ടായിരുന്ന കൃഷ്ണകുമാറും. എന്നാൽ മൃദംഗവിഷനും കൃഷ്ണകുമാറിന്റെ സ്ഥാപനവും തമ്മിൽ യാതൊരു കരാറുമില്ല. 24 ലക്ഷം ഇയാൾക്ക് നൽകിയെന്നാണ് നിഘോഷ് കുമാർ മൊഴി നൽകിയത്. അതായത് സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചെങ്കിലും യാതൊരു ഔദ്യോഗിക രേഖകളുമില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിപാടിയുടെ വിശ്വസ്തത പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഗിന്നസ് റെക്കോർഡ് തന്നെയാണോ കിട്ടിയത്? അവാർഡ് നിശ്ചയിക്കാൻ കൊച്ചിയിലെത്തിയവർ അതിന് യോഗ്യതയുള്ളവർ തന്നെയാണോ? മൃദംഗവിഷ്ണുമായുള്ള കരാർ എന്താണ്? ഗിന്നസ് റെക്കോർഡ് അധികൃതരുമായി പണമിടപാട് നടന്നിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തത വരുത്തുന്നത്. ഈ കാര്യത്തിൽ സിറ്റി പോലീസ് വിശദീകരണം തേടും. ഇതിനിടെ 12,000 നർത്തകരെ കൊച്ചിയിലെത്തിച്ചതിന് നൃത്താധ്യാപകർക്കുള്ള കമ്മീഷൻ തുക ഉടൻ നൽകുമെന്ന് മൃദംഗവിഷൻ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. തലയൊന്നിന് 900 രൂപ എന്നായിരുന്നു കമ്മീഷൻ. മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടിയും പോലീസ് തുടരുകയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. ആകെയുള്ള 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പരാതികൾ ഉയരുകയാണെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. എന്തുകൊണ്ടാണ് 5 മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനം ഉയരുന്നത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകും. എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ചോദ്യം ചോദിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട്. ആരോപണങ്ങൾ കമ്മീഷനെ വേദനിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. വോട്ടെടുപ്പിന്റെ 8-9 ദിവസം മുമ്പ് വോട്ടിംഗ് യന്ത്രം പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പ്രവർത്തനം സജ്ജമാക്കിയ ശേഷം ഇവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. പിന്നീട് വോട്ടിങ്ങിനായി മാത്രമേ പുറത്തെടുക്കൂ. വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു വൈറസും ബാധിക്കില്ലെന്നും EVM സുരക്ഷിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഒരു അട്ടിമറിയും നടക്കില്ലെന്നും EVM സുതാര്യമെന്നും വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേപ്പർ ബാലറ്റ് പ്രായോഗികമല്ലെന്നും വ്യക്തമാക്കി. 5 മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനം ഉയരുന്നതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നടപടിക്രമങ്ങളിലെ കാലതാമസം മാത്രമാണിത്. 17C ഫോറം തയ്യാറാക്കി വരുന്നതിലെ കാലതാമസമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. VVPAT-ന് 2017 ശേഷം ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. എല്ലാ VVPAT-കളും എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിരോധമില്ല. ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കുന്നത്. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. പാണക്കാടെത്തി PV അൻവർ MLA. പാണക്കാടെത്തി PV അൻവർ MLA. UDF പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പാണക്കാട് നിന്ന് ആരംഭിക്കാനാണ് PV അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് PV അൻവർ MLA എത്തിയത്. ചൊവ്വാഴ്ച സാധാരണഗതിയിൽ പാണക്കാട് സന്ദർശകർ എത്തുന്ന ദിവസമാണ്. PV അൻവറും തന്നെ കാണാൻ പാണക്കാട് എത്തിയതാണ്. ചായ കുടിച്ച് അൻവർ മടങ്ങുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. UDFിലേക്ക് എന്ന വാദത്തിൽ മുന്നണി വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. അതേസമയം UDFുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ലെന്ന് PV അൻവർ പറഞ്ഞു. മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്ക് പിന്തുണ തേടിയാണ് എത്തിയത്. UDFുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. ജാതിമത ഭേദമേന്യേ ജനങ്ങളെ സഹായിക്കുന്നവരാണ് പാണക്കാടുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. UDFുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ചയായിട്ടില്ല.
പ്രതിപക്ഷ നേതാവുമായും മറ്റു കോൺഗ്രസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും PV അൻവർ പറഞ്ഞു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. സംസ്ഥാന പാതയിൽ ലാ മാസിയ സ്പോർട്സ് ക്ലബിന് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. റോഡിൽ കൂടി വന്നിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന് കേട് സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇനി ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ടല്ല, 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. മദ്യപിക്കുന്നത് വിലക്കിയ ടച്ചിങ്സ് കടയുടമ സുഭാഷ് പുഴയ്ക്കലിന് മർദ്ദനം. കള്ളുകുടി വിലക്കിയ ടച്ചിങ്സ് കടയുടമയെ കുടിയന്മാർ ചേർന്ന് മർദ്ദിച്ചു. വടക്കാഞ്ചേരി നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ ചില്ലറ വിൽപ്പനശാലയ്ക്കടുത്താണ് സംഭവം. മദ്യശാലയിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്തുള്ള മാക്സ് മീഡിയയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഷോപ്പിനരികിൽ ഇരുന്നു മദ്യപിക്കാൻ ശ്രമിച്ചവരെ ഷോപ്പുടമ സുഭാഷ് പുഴയ്ക്കൽ വിലക്കിയിരുന്നു. ഇതേ തുടർന്ന് മദ്യപാനികൾ സുഭാഷ് പുഴയ്ക്കലിനെ മർദ്ദിക്കുകയായിരുന്നു. മുഖത്തും ദേഹത്തും പരിക്കേറ്റ സുഭാഷ് പുഴയ്ക്കൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കടയുടമ സുഭാഷ് പുഴയ്ക്കൽ വടക്കാഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഞാൻ സുഭാഷ് പുഴയ്ക്കൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് മാക്സ് മീഡിയയുടെ ഒരു മാനസം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരികയാണ്. മാക്സ് മീഡിയയോട് മുന്നിൽ തന്നെയാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനം കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാനസം എന്ന പേരിലുള്ള കാരണം തന്നെ അതിൽ വൈറ്റമിൻ സാധനങ്ങൾ വിൽക്കുന്ന മദ്യപാനികൾ കൊടുക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. ഇന്നലെ കാലത്ത് 10-നും 10:30 മണിക്കിടയിൽ എൻ്റെ കടയിൽ 2 പേര് വന്നു നിന്ന് സ്റ്റാഫായ വിശാഖിനോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. വേറൊന്നുമില്ല, അവരവിടെ ചാരി നിന്നുകൊണ്ട് കടയുടെ തെക്ക് ഭാഗത്തുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഭാഗത്തുള്ള ചാരി നിന്നുകൊണ്ട് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചുകൊണ്ട് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റാഫ് ഇടപെടുകയും ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവർ മദ്യപിച്ചാൽ എന്ത് ചെയ്യും, നീ എന്താണെങ്കിൽ നീ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതാണ് സംഗതി എന്ന് വിവരം പറഞ്ഞു. ഉടനെ അവരോട് അവിടെ മാറാൻ പറഞ്ഞു. ഇത് ബാറല്ല, ഇവിടെ നിന്ന് മദ്യപിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അയലൊരുത്തൻ മാറാൻ ശ്രമിച്ചില്ല. പിടിച്ച് തള്ളി മാറ്റേണ്ടി വന്നു. പിടിച്ച് തള്ളു മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സ്നേഹിതനോട് പെരുമാറുന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹം വീണ്ടും വന്ന് മദ്യപിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഹാർഡായിട്ട് ഞാൻ പറഞ്ഞു മാറി വെക്കാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ എൻ്റെ മൂക്കിന് നേരെ കൈയൊങ്ങി ഇടിക്കുകയും ഇടിച്ച സമയത്ത് എൻ്റെ കണ്ണട തൊപ്പി ഇതെല്ലാം തെറിച്ച് വീഴുകയും ചെയ്തു. കൂടാതെ അവർ വളരെ മോശമായിട്ടുള്ള അസഭ്യം എന്നെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ജോൺസനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവരെ ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയാണ് ഇതിനെ കൊണ്ടുപോയത്.
പക്ഷെ ഇവരുടെ ഓരോ പേരോ എനിക്കറിയില്ല. CCTV ഞാൻ കൺസ്യൂമർ ഫെഡിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ CCTV വർക്കാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ CCTVയിൽ നിന്ന് ലഭിച്ച ചില ചിത്രങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണ് ശ്രീജിത്ത് എന്നുള്ള ഒരു 40 വയസ്സ് പ്രായം 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന അവൻ്റെ അഡ്രസ്സ് കിട്ടിയത്. അത് പ്രകാരം ഞാൻ കേസ് പരാതി കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തി പരാതി കൊടുത്തു. ഇന്ന് ഞാൻ കാലത്ത് 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയുണ്ടായി. ഇനി കാര്യങ്ങളെല്ലാം പോലീസ് അതിൻ്റെ പുറമെ ചെയ്യട്ടെ. സുഭാഷ് പുഴയ്ക്കലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മർദ്ദിച്ചയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിനിടെ അടുത്തിടെ പുതിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച വിദേശ മദ്യഷോപ്പിനെതിരെ പരാതികൾ പെരുകി വരികയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങളും ബാങ്കും സ്വകാര്യ ആശുപത്രിയുമുള്ള ജനത്തിരക്കേറിയ സ്ഥലത്താണ് മദ്യശാല പ്രവർത്തിക്കുന്നത്. മദ്യം വാങ്ങി പലരും അവിടെ വെച്ച് തന്നെ മദ്യപിച്ച ശേഷം ലക്കുകെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിത്യസംഭവമാണ്. മദ്യശാലയ്ക്കെതിരെ തൊട്ടടുത്ത് താമസിക്കുന്ന ഡോക്ടർ ദമ്പതികൾ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാർട്ടി പ്രവർത്തകരുടെ ഒത്താശയോടെയാണ് വിദേശ മദ്യ വിൽപ്പനശാല പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകൻ കൂടിയായ കടയുടമ സുഭാഷ് പുഴയ്ക്കലിന് മർദ്ദനമേറ്റ സംഭവം ആവർത്തിക്കാതിരിക്കാൻ മദ്യഷോപ്പ് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഗോപുര നടപ്പുര സമർപ്പണ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതിൽ പ്രതിഷേധിച്ച് ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഗോപുര നടപ്പുര സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഇരമ്പി. സമർപ്പണ ചടങ്ങ് CPM വൽക്കരിച്ചുവെന്നാരോപിച്ച് ഭക്തജന കൂട്ടായ്മ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഹൈന്ദവ ക്ഷേത്രങ്ങൾ CPM രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത കനകമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി പറഞ്ഞു. ഈ സാഹചര്യമാണ് നിലനിൽക്കുക. ഹൈന്ദവ ക്ഷേത്രങ്ങളോട് രാഷ്ട്രീയ മേലാളന്മാർ കാട്ടുന്ന അതിക്രൂരമായിട്ടുള്ള നിലപാടുകൾ അത് പ്രതിഷേധത്തിന് കാരണമായി കേരളത്തിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള വിശ്വാസികളും അവിശ്വാസികളും എത്തിച്ചേരുന്ന പൂരത്തിൻ്റെ പൂരമാകുന്ന ആ തൃശ്ശൂർ പൂരത്തെ കലക്കുവാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ അകത്തള ഭക്തരിൽ നിന്നും 1 കോടി രൂപയോളം പിരിവെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച നടപ്പുരയും ഗോപുരവും സമർപ്പിക്കുന്ന ചടങ്ങ് CPM ജനപ്രതിനിധികളായ ദേവസ്വം മന്ത്രി, MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെ ഉൾപ്പെടുത്തിയെന്നും ആധ്യാത്മിക രംഗത്തുള്ളവരെ ഒഴിവാക്കിയെന്നും പ്രതിഷേധം സംഘടിപ്പിച്ചവർ ആരോപിച്ചു. ഇതിനിടെ തട്ടക ദേശീയ കമ്മിറ്റികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവാണിക്കാവ് ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സുനിൽകുമാർ P. തൊണ്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അശ്വിനി കണ്ണൻ, പ്രകാശൻ തെക്കുംകര, AV നാരായണൻ പനങ്ങാട്ടുകര, ദിനേശൻ കരുമത്ര എന്നിവർ പ്രസംഗിച്ചു. PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ അയവ് വരുത്തി VD സതീശൻ. PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ അയവ് വരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഉചിതമായ സമയത്ത് UDF നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരോപണ പ്രത്യാരോപണങ്ങൾ സ്വാഭാവികമാണ്. തനിക്കെതിരായി PV അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും VD സതീശൻ വിശദീകരിച്ചു. ആരോപണം ഉന്നയിപ്പിച്ചയാൾക്കെതിരെ പിന്നീട് അൻവർ രംഗത്തെത്തി. അതാണ് കാലത്തിന്റെ കാവ്യനീതിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അൻവറിന്റെ UDF പ്രവേശനത്തെ മുസ്ലിം ലീഗും KPCC അധ്യക്ഷൻ K. സുധാകരനും രമേശ് ചെന്നിത്തലയും സ്വാഗതം ചെയ്തെങ്കിലും VD സതീശൻ നിലപാട് കടുപ്പിച്ചിരുന്നു. VD സതീശൻ ഒരിക്കലും തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് അൻവർ പ്രതികരിച്ചിരുന്നു. ഒരുമിച്ച് നീങ്ങേണ്ടവരാണെന്ന് അദ്ദേഹത്തിനും തനിക്കും അറിയാം എന്നായിരുന്നു പ്രതികരണം.
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശം നടത്തിയ അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിൽ VD സതീശനടക്കം പല നേതാക്കളും അതൃപ്തി പങ്കുവച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയും അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ നിരന്തരം സമരം പ്രഖ്യാപിക്കുകയും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം UDF-ൽ രൂപപ്പെടുകയാണ്. കോപ്പി ടു VD സതീശൻ എന്നത് മറ്റൊരു മഷിയിലാണ്. അത് NM വിജയൻ എഴുതിയതല്ല. മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ശരിയായ കത്താണോ, എന്താണ് സംഭവിച്ചത് എന്നെല്ലാം അന്വേഷിക്കണ്ടേ? സംഘടനാപരമായ കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ എന്നും VD സതീശൻ ചോദിച്ചു. കുമരനെല്ലൂർ ചങ്ങാലി മടപതി വിളക്കാഘോഷം വർണ്ണാഭമായി. കുമരനെല്ലൂർ ചങ്ങാലി മടപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷം വർണ്ണാഭമായി. കറുവണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ നിന്നും ആന, പഞ്ചവാദ്യം, ഉടുക്ക് വാദ്യങ്ങളോടുകൂടി എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അന്നദാനവും നടന്നു. വിളക്ക് യോഗത്തിന് അകമല ശ്രീ ധർമ്മശാസ്ത്ര സംഘവും പഞ്ചവാദ്യത്തിന് ശ്രീ മായന്നൂർ രാജുവും നേതൃത്വം നൽകി. മടപതി വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ M കൃഷ്ണപ്രമോദ്, ശ്രീനാഥ് P, K ഹരിദാസൻ, C കരുണാകരൻ, വിവേക് CV, രാഹുൽ ഓലശ്ശേരി, സനൽ, രാജേഷ് കുന്നത്ത്, സുരേഷ് കുമാർ M, ഹരി, ജയൻ കുന്നത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താൻ തീരുമാനം. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താൻ തീരുമാനം. മകരവിളക്ക് ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം.
വെള്ളിയാഴ്ച മുതൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. 13, 14 തീയതികളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. വെർച്വൽ ക്യൂ 13-ന് 50,000-ആയും 14-ന് 40,000-ആയും പരിമിതപ്പെടുത്തും. 13-ന് 5,000-ഉം 14-ന് 1,000 പേർക്കും മാത്രം സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ക്രമീകരിക്കും. മകരവിളക്ക് ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. വെള്ളിയാഴ്ച മുതൽ തിരക്ക് നിയന്ത്രിക്കാനും പ്രത്യേക ക്രമീകരണം. 15-ന് വെർച്വൽ ക്യൂവിൽ 70,000 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവർ അന്നേ ദിവസം രാവിലെ 6 മണിക്ക് പമ്പയിലെത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 15-ന് സ്പോട്ട് ബുക്കിംഗ് രാവിലെ 11 മണിക്ക് ശേഷം മാത്രമായിരിക്കും നടക്കുക. മണ്ഡലകാലം മുതൽ ആരംഭിച്ച സംഘാടക മികവ് മകരവിളക്കിന്റെ അവസാന ദിവസം വരെയും ഉണ്ടാകണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതിനെ തുടർന്നാണ് ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ദിനമായിരുന്നു ഇന്നലെ. കർഷക സംഗമം മണലിത്തറ മേഖല കൺവെൻഷൻ നടന്നു. എല്ലാവരും കർഷകരാവുക, എല്ലാവരും കർഷക സംഘം അംഗമാവുക എന്ന ആശയ പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന മണലിത്തറ മേഖല കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VC സജീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ സെക്രട്ടറി B ഷിറാസ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ കരട് നിർദ്ദേശം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം E ഉമാലക്ഷ്മി, CPIM തെക്കുംകര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AK സുരേന്ദ്രൻ, മേഖലാ ട്രഷറർ സബിത സതീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA. വയനാട് DCC ട്രഷറർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെതിരെ കുടുംബം. PV അൻവറിന്റെ UDF പ്രവേശനം തള്ളാതെ MM ഹസൻ. ഉമ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ് ഉടമ കസ്റ്റഡിയിൽ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാണക്കാടെത്തി PV അൻവർ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.